ജൂൺ 21 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ, വിശുദ്ധ അഗോ പ്രദൂസ്, വിശുദ്ധ ആൽബൻ, വിശുദ്ധ കോർബ് മാക്, വിശുദ്ധ സിറിയാക്കൂസ്, വിശുദ്ധ അപ്പോളിനാരിസ്, വിശുദ്ധ ഡെമെട്രിയ, വിശുദ്ധ എങ്കൽമുണ്ട്. വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ 1568-1691 കാലഘട്ടത്തിലാണ് വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ ജീവിച്ചിരുന്നത്. ഞാൻ വളഞ്ഞ ഒരു ഇരുമ്പ് വടിയാണ്. ആശാനിഗ്രഹവും പ്രാർത്ഥനയുമാകുന്ന ചുറ്റിക വഴി എന്നെ നേരെയാക്കുന്നതിനാണ് ഞാൻ സന്യാസം ആശ്ലേഷിച്ചത് എന്നത്രേ ഈശോ സഭ നോവിസ്റ്റായ അലോഷ്യസ് പറഞ്ഞത്. കാസ്റ്റിഗ്ലിയോൺ പ്രഭുവായ ഫെർഡിനൻഡ് ഗോൺസാഗയുടെ മകനായി 1568 ജനിച്ച അലോഷ്യസ് അത്രമാത്രം വളഞ്ഞ ഒരു ഇരുമ്പ് വടിയായിരുന്നുവെന്ന് തോന്നുന്നില്ല. 7-ാമത്തെ വയസ്സിൽ ദൈവമാതാവിൻ്റെ ഒപ്പീസും സങ്കീർത്തനങ്ങളും ചൊല്ലിത്തുടങ്ങി. 9-ാമത്തെ വയസ്സിൽ നിത്യബ്രഹ്മചര്യ വ്രതമെടുത്തു. ഫ്ലോറൻസിൽ വിദ്യാഭ്യാസം ആരംഭിക്കുകയും ചെയ്തു. ആഴ്ചതോറും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഉപവസിച്ചിരുന്നു. ആഴ്ചയിൽ 3 ദിവസം ചമ്മട്ടി അടിച്ചിരുന്നു. അപ്പവും വെള്ളവുമായിരുന്നു ആ യുവാവിൻ്റെ സാധാരണ ഭക്ഷണം. ഡാൻസ് ചെയ്തിരുന്നില്ല, ഡാൻസ് ഇഷ്ടപ്പെട്ടിരുന്നുമില്ല. വാനവ സദൃശനായ യുവാവ് എന്നാണ് എല്ലാവരും അവനെ വിളിച്ചിരുന്നത്. 11-ാമത്തെ വയസ്സിൽ ആദ്യ കുമ്പസാരം നടത്തി. 3 വയസ്സിൽ പടയാളികളുടെ ഇടയിൽ കളിച്ചു നടക്കുമ്പോൾ അസഭ്യ വാക്കുകൾ പറഞ്ഞതായിരുന്നു അലോഷ്യസ് ചെയ്ത വലിയ പാപം. അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ അവൻ മൂർച്ഛിച്ചു വീണു. പിറ്റേ ദിവസമാണ് കുമ്പസാരം മുഴുവനാക്കിയത്. 13-ാമത്തെ വയസ്സിൽ മാതാപിതാക്കന്മാരും ഓസ്ട്രിയ ചക്രവർത്തിനിയും ഒരുമിച്ച് അലോഷ്യസ് സ്പെയിനിലെ ഫിലിപ്പ് ദ്വിതീയനെ സന്ദർശിച്ചു. കൊട്ടാരത്തിലെ ജീവിതം അലോഷ്യസിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. വിശുദ്ധന്മാരുടെ ജീവചരിത്രമാണ് അദ്ദേഹം വായിച്ചിരുന്നത്. അങ്ങനെ അത് വായിച്ചാണ് കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടിയിരുന്നത്. ഈശോ സഭ മിഷണറിമാർ ഇന്ത്യയിൽ എന്ന ഗ്രന്ഥം വായിച്ച ദിനം മുതൽ അലോഷ്യസിന് ഈശോ സഭയിൽ ചേരാനുള്ള ആഗ്രഹം ജനിച്ചു. സ്പെയിനിൽ വെച്ച് അത് തീരുമാനമായി. പിതാവിനോട് 4 കൊല്ലം പ്രതിവാദം നടത്തിയതിനു ശേഷമാണ് സമ്മതം സിദ്ധിച്ചത്. 17-ാമത്തെ വയസ്സിൽ അലോഷ്യസ് നൊവീഷ്യേറ്റിൽ ചേർന്നു. സെമിനാരിയിൽ കൂടുതൽ ഭക്ഷിക്കാനും ഉല്ലസിക്കാനും നിർബന്ധം വന്നു. അതൊരു പുതിയ പ്രായച്ചിത്തമായി. വിശുദ്ധ റോബർട്ട് ബെല്ലർമിനായിരുന്നു അലോഷ്യസിന്റെ ജ്ഞാനപിതാവ്. 1591 റോമിൽ ഒരു രൂക്ഷമായ ജ്വരപ്പനി പടർന്നു പിടിച്ചു. അലോഷ്യസ് അവസാന വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നെങ്കിലും വീടുകളിൽ പോയി രോഗികളെ ശുശ്രൂഷിക്കാൻ സ്വയം സന്നദ്ധനായി. 1 മാസത്തോളം അങ്ങനെ രോഗികളെ ശുശ്രൂഷിച്ചു. അവസാനം അലോഷ്യസിനും ആ പനി പിടിപെട്ടു. 3 മാസത്തോളം കിടന്നു. 23-ാമത്തെ വയസ്സിൽ ഈശോ എന്ന തിരുനാമം ആവർത്തിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പറന്നു. 1726 വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെട്ട അദ്ദേഹത്തെ 1729 യുവാക്കളുടെ, വിശേഷിച്ച് കത്തോലിക്ക വിദ്യാർത്ഥികളുടെ പ്രത്യേക സംരക്ഷകനും മധ്യസ്ഥനുമായി പ്രഖ്യാപിച്ചു. ഇന്നേ ദിവസം നമുക്കിങ്ങനെ വിചിന്തനം ചെയ്യാം. അലോഷ്യസിന്റെ കുമ്പസാരക്കാരനായ വിശുദ്ധ റോബർട്ട് ബെല്ലർമിൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അലോഷ്യസ് അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ യാതൊരു പാപവും ചെയ്തിട്ടില്ലെന്ന്. എന്നിട്ടും അദ്ദേഹം കഠിന പ്രായച്ചിത്തം ചെയ്തുകൊണ്ടിരുന്നു. രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും കണ്ണുനീർ ചിന്തുകയും ചെയ്യുമായിരുന്നു. അലോഷ്യസിന്റെ നിഷ്കളങ്കത നാം അനുകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രായച്ചിത്തമെങ്കിലും നമുക്ക് അനുകരിക്കാം. വിശുദ്ധനായ അലോഷ്യസ് ഗോൺസാഗയെ ലോകത്തുള്ള എല്ലാ പാപികൾക്കും മാനസാന്തരമുണ്ടാകുവാൻ വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.